കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, നിന്റെ ഹസ്ബൻഡിനെ കോൺടാക്ട് ചെയ്യാൻ നിന്നെ എത്ര രൂപയ്ക്ക് കിട്ടും അവനോട് ചോദിക്കാനാണ് എന്നുള്ള ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ആൾക്കാർ ഒരു 100 രൂപ ഇവരോട് കടം ചോദിച്ചാല് ഒന്ന് രാത്രി വരാമോന്നല്ലേ പറയുള്ളൂ, ഇല്ലില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ ഹസ്ബൻഡിന് കഴിവുള്ളവനാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ പറയുന്ന കാര്യം അപ്പുറമൊന്നുമില്ല. ഒരാണ് സൂപ്പറാന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് പറയണം. ഇപ്പൊ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ? ഒരിക്കലുമല്ല. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു, പിന്നെ ഹസ്ബൻഡിന് വയ്യാഴിക വന്നു, അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് മാറേണ്ടി വന്നതാണ്. അല്ലാതെ നമ്മൾ മനഃപൂർവ്വം മാറിയതല്ല. ഞാനൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക, പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ചിന്താഗതിയാണ്. എന്റെ ഹസ്ബൻഡിന് വയ്യാന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇട്ടേച്ച് പോയിട്ടില്ല. 16 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അങ്ങനെ പുറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല. പോയാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും. ഇത് എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ. ഇതിനുള്ള തെറി ഞാൻ ഇന്ന് തന്നെ പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കാട്ടാ. ആ കുളിസി അതെങ്ങനെ മറ്റേ കച്ചയൊക്കെ കൊടുത്തിട്ട് അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്ന് സമർപ്പിച്ചു. ന്യൂജൻ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് കുളിച്ചോണ്ടിരിക്കും, എത്ര പേര് കവുങ്ങിന്റെ മുകളിലും തെങ്ങിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതൊന്നും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അത് തെറ്റ്